In Delhi, BJP councillor Ravindra Singh Negi installed saffron flags on carts of Hindu vendors, stating that it would help customers identify them as Hindus, saying other communities spits on food. Nagi also threatened a Muslim vendor to display his name on his shop. അതായത് ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ഡൽഹിയിൽ ഒരു BJP കൗൺസിലർ അവിടുത്തെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നിട്ട് അവിടെ ഹിന്ദു ഈ എന്താ പറയുക ഉന്തുവണ്ടിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ചെറിയ ചെറിയ ഷോപ്പുകാർ, അതിൽ ഹിന്ദുക്കളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഒരു എന്താ പറയുക സാഫ്രോൺ നിറത്തിലുള്ള കാവിക്കൊടി കുത്തിയിരിക്കണം. അങ്ങനെ കുത്തിയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ വരുള്ളൂ. നിങ്ങളൊരു സനാതനിയാണ്, നിങ്ങളൊരു ഹിന്ദു ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, നിങ്ങളുടെ അടുത്തോട്ട് കസ്റ്റമേഴ്സ് കൂടുതൽ വരും. മറ്റുള്ളവർ, അതായത് മുസ്ലിങ്ങൾ ഫുഡിൽ തുപ്പിയിട്ട് വെക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് ഇങ്ങനെ വേണം നിങ്ങൾ കസ്റ്റമേഴ്സിനെ കൂട്ടാൻ എന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടെ ഒരു മുസ്ലിം വെണ്ടറിൻ്റെ അടുത്ത് പോയിട്ട് പറയണ്ടായി, നീ നിന്റെ പേര് ഡിസ്പ്ലേ ചെയ്യണം, നിന്റെ പേര് എന്താണോ അത് നീ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ കട അവിടുന്ന് അടച്ച് പൂട്ടി കെട്ടിച്ച് വിടും. എങ്ങനെയുണ്ട്? तेरा क्या नाम है? सर मेरा गुड्डू है। गुड्डू सर। वैसा नाम बता, दूसरा गुड्डू नहीं, कुछ और नाम बता। आधार कार्ड देख लो। क्या मुस्लिम है? जी सर। तो यहाँ पे यार अपना नाम लिखो पहले। सर ये लग रहा था, मैं क्या लगा? यहाँ लगाओ बढ़िया सर, यहाँ लगाओ गुड्डू भाई। जी भाई ठीक है, गुड्डू भाई पनीर भंडार लगाओ। और इसका कुछ है नहीं तुम पे ताम जाम ऐसी बेचते कोई है ना, पर कोई बात नाम लिखो पर यहाँ पे बिल्कुल भाई, बिल्कुल साफ नाम लिखो। नाम नहीं लिखोगे तो जमा हो जाएगी जल्दी। हाँ नाम लिखवाओ भाई। क्या हाल है? नमस्ते। क्या नाम है आपका? प्रशांत कुमार गुप्ता। गुप्ता जी यार हिंदू हो ना? कट्टर हिंदू हो ना, तो आइए लगाया करो यार, कम से कम लोगों को पता तो चले। आपको भी देंगे, आप मैं आ रहा हूँ रेडी में आपके लगाने। ये हिंदू हो ना, सनातन धर्मी, इसको लगाओ। देखो सुनो सुनो, आजकल कुछ जो दूसरी कौम के लोग हैं ना, पनीर में थूक मिला देते हैं, दूध में थूक मिला देते हैं, तो आपको ये रखना है ठीक है। इससे पता चलेगा आप हिंदू हो, लोग और आपकी तरफ आकर्षित होंगे, लोग आपकी तरफ आएंगे ठीक है। इसको लगाना है ऐसे। बहुत शिकायतें आ रही है ना आजकल, पता है ना आपको, दूध में थूक मिल जाता है, पनीर में थूक मिल जाता है, और वो नाली के पानी से धो देते हैं सब्जियां। क्या नाम है भाई? मोनू। क्या नाम, वैसे नाम क्या है? विपिन। विपिन सनातनी हो ना, हिंदू? हाँ जी। तो इसको लगाना अपनी दुकान पे ठीक है, पता चलना चाहिए ना हिंदू हो। आजकल पता है ना, दूसरी कौम के लोग मिलावट कर देते हैं खाने में, पता है ना, वो तो मिलावट तो चलती आ रही है वो। हाँ मिलावट चलती आ रही है, तो उस मिलावट से बचना है और अपने आप को ये लगाना है, जिससे लोगों को पता चले कि आप सनातनी हो ठीक है। लोग तुम्हारे पास ज्यादा आएंगे। हमारी लड़ाई नहीं है किसी धर्म से, पर हमको ये पता होना चाहिए लोगों को कि आप हिंदू हो। കഷ്ടം അല്ലേ? നമ്മുടെ സ്വന്തം ക്യാപിറ്റൽ സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ. ഇവന്റെ പേരാണ് രവീന്ദ്ര സിംഗ് നാഗി. ഇവൻ രവീന്ദ്ര സിംഗ് നാഗി കൗൺസിലർ, BJP കൗൺസിലർ. ഇവനൊക്കെ വെറും കൗഷിറ്റാണ്, ചാണകം മാത്രമാണ്. ഇത്തരത്തിലൊരു കാര്യം കൂടെ ചെയ്തുകൂടായിരുന്നു നിനക്ക്? സാഫ്രോൺ കൊടി തൂക്കുന്നതിൻ്റെ അവിടെ താഴത്തൊരു പ്ലക്കാർഡും കൂടെ വെക്കായിരുന്നു, അതായത് ഇവിടെ ഹിന്ദുക്കൾ മാത്രം സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി, മുസ്ലിങ്ങൾ വാങ്ങിക്കേണ്ടെന്ന്. എടാ പരമനാറി, നിന്നെപ്പോലത്തെ ചെറ്റകൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ കച്ചവടം അവിടെ പോകുന്നത്. ഇത്രയും കാലം അവർ ആര് വന്നു കഴിഞ്ഞാൽ അവർ സാധനം വെക്കുമായിരുന്നു. നീയൊക്കെ അതിൽ ഒരു പോക്രിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തോട്ട് പിന്നെ മറ്റു മതക്കാർ അടുക്കൂടാ, വിവരം കെട്ട നാറി. നിന്നൊക്കെയാണല്ലോ, അതും ഡൽഹി, നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നടക്കുന്ന കാര്യം. ഇന്ത്യ ഇത്ര അധപതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന്. ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മുടെ രാജ്യം ഭരിക്കുന്ന, കഴിഞ്ഞ 11 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന പരമ എന്താ പറയുക നാറിയ ഭരണത്തിന്റെ കീഴിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം കാണാൻ പറ്റുന്ന വേർതിരിവും, അല്ലെങ്കിൽ എന്താ പറയുക ഈ നമ്മൾ ഈ മതേതരം എന്ന് പണ്ട് പറഞ്ഞതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഇവന്റെ കണ്ണാക്കിൽ ഇവനൊക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരുടെ കച്ചവടത്തിൽ കൈയിട്ട് വരാൻ വേണ്ടി നിൽക്കുക. നീയൊക്കെ മുസ്ലിം അല്ലെങ്കിൽ ഒന്നും വേണ്ടടാ, നീയൊക്കെ ഇപ്പം അവിടെ നീ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തിലൊക്കെ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മറ്റു മതക്കാരുടെ കൈകൾ വന്നിട്ടുണ്ടാവും. നീ കഴിക്കുന്ന ഫുഡിൽ നീ അവിടെ എന്ത് ചെയ്യുന്നു? നീ യാത്ര ചെയ്യുന്ന വണ്ടികളിൽ, നീ നടക്കുന്ന റോട്ടിൽ, നീ നിൽക്കുന്ന സ്ഥലത്ത്, ഇവിടൊക്കെ എത്ര മുസ്ലിങ്ങളുടെ എന്തൊക്കെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും.
അതൊക്കെ ഒഴിവാക്കി നിനക്ക് ജീവിക്കാൻ പറ്റുമോ പരമനാറി? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ വൃത്തികെട്ടവൻ ഇങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് നാറുകളുള്ള നാടാണ് നമ്മുടെ നാട്. ഇവന്മാർ ഇങ്ങനത്തെ ചെറ്റ പരിപാടികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാവപ്പെട്ടവൻ്റെ എന്താ പറയുക കഞ്ഞിയിൽ ഇവൻ്റെ മതം വാരിയിട്ടിട്ടാണ് എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ആ വൃത്തികെട്ട ജന്മങ്ങളായിട്ടുള്ള നിങ്ങളോടൊക്കെ നീയൊക്കെ ആ കാവിക്കൊടി അവിടെ കുത്തുന്നിടത്തോളം ആ ഒരു സമയം മുതൽ ആ ഒരു കൊടി വരെ ഒരു വൃത്തികെട്ട കൊടിയായിട്ട് ആൾക്കാർ സങ്കല്പിച്ചു തുടങ്ങി. കാവിക്കൊടി എന്ന് കാണുമ്പോൾ തന്നെ മറ്റു മതക്കാർക്ക് പേടിയപ്പോൾ ഈ സാധനം കണ്ടു കഴിഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട നാടായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിപ്പോൾ. ഇതാണ് അവസ്ഥ. സത്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇന്നവൻ കൊടി കുത്തി, നാളെ അവൻ അവിടെ ബോർഡും വെക്കും, ഇവിടുന്ന് മുസ്ലിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കരുത്, അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ കടന്റെ പേരിൽ പേര് എഴുതി വെക്കണം, നീ അവിടെ ഒരു അടുത്ത പ്ലക്ക് അവന് വെക്കും. നിങ്ങൾ കണ്ടോ, ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ വരാവൂ, ഹിന്ദുക്കൾ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കരുത്. ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിലോട്ട് ഏറ്റവും താഴ്ന്ന കടയിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന്, ഞാൻ പറഞ്ഞത് ഇവരുടെ ജാതിയോ ഇവരുടെ പണമോ കാര്യങ്ങളോ അല്ല കേട്ടോ, ഏറ്റവും ആ രീതിയിൽ വളരെ സാധാരണമായിട്ട് അല്ലെങ്കിൽ സാധാരണ അടിയിൽ ജീവിച്ച് വരുന്ന ഇത്തരം പാവങ്ങളുടെ മണ്ണിലൊക്കെയാണ് ഇവൻ കൊണ്ട് ഇത് തറച്ചു കൊടുക്കുന്നത്. ഈ വൃത്തികെട്ട വർഗീയത, പച്ച ഹിന്ദു രാഷ്ട്ര വർഗീയത, അങ്ങനെ ഇതിന് പറയേണ്ടത്. ഈ വർഗീയത ആ പാവപ്പെട്ട ആൾക്കാർ ആ താഴെ കടന്ന് ഇപ്പം കുത്തി കയറ്റി മേലെ വരെ കൊണ്ടുവരുവന്മാർ ചെയ്യുന്നത് ഇപ്പോൾ. എന്നിട്ട് നാട്ടിലെ ആൾക്കാരെ തമ്മിലടുപ്പിക്കുക, കൊല്ലുക, തിന്നുക. ഇവനൊക്കെ മേലെ ഇരുന്നിട്ട് ബീഫും കഴിക്കും, കോഴിയും കഴിക്കും, പോർക്കും കഴിക്കും, ഇവനൊക്കെ എല്ലാം തിന്നും. ഇവനൊക്കെ ചിലപ്പോൾ അതിൻ്റെ ബിസിനസ് വരെ ഉണ്ടാവും അവിടെ. ഇവൻ്റെ കുടുംബക്കാരായിരിക്കും ചിലപ്പോൾ ബീഫ് കയറ്റുമതി അയക്കുന്നത്. സത്യം, നിങ്ങളൊന്ന് ആലോചിക്കണേ, ബീഫ് ഇവിടെ കഴിക്കാൻ പറ്റില്ല, എന്താ ഭാരത് മാത അല്ല ഗോമാതാ കി ജയ് എന്ന് വിളിച്ച് നടക്കുന്ന ഇവന്മാർ ഇവിടെ ബീഫ് ഇറക്കാൻ പറ്റില്ല. പക്ഷേ ബീഫിനെ നമുക്ക് കടത്തിവിടാം, നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ട് ഇറക്കാം, കുഴപ്പമില്ല. ഈ നാട്ടിൽ വരുമ്പോഴേ ഇതിന്റെ മേലോട്ട് മറ്റേ പ്രത്യേകതരം ഗോമാതാ ദൈവം കയറുള്ളൂ. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ദൈവങ്ങളല്ല. പുറത്തോട്ട് പോയത് വെറും ചണ്ടിക്ക് ഇറക്കുന്ന വെറും ബീഫായിട്ട് മാറും. എന്നിട്ട് ഇങ്ങനെ ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് ഇതൊന്നും പ്രതികരിക്കാൻ ആൾക്കാരില്ലല്ലോതാ. ആര് പ്രതികരിക്കാല്ലേ? രാജ്യം ഭരിക്കുന്നത് തന്നെ ഈ നാറികളാ, പിന്നെ ആര് പ്രതികരിക്കാൻ അതിനൊക്കെ? കഷ്ടം. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരെ അവസ്ഥ വെച്ച് നോക്കട്ടോ. നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ പറയാറുണ്ട്, നമ്മളൊന്ന് നോർത്ത് ഇന്ത്യയിൽ ജനിക്കാൻ എത്ര നന്നായിന്ന്. സൗത്ത് ഇന്ത്യയിൽ, അതും കേരളത്തിൽ തന്നെ ജനിച്ചത്. എന്നാലും ഈ വീഡിയോൻ്റെ താഴെയും അല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെയും വന്നിട്ട് ഇപ്പോൾ കുറേ ഈ കൗഷിറ്റ്, ഞാൻ തുറക്കം പറഞ്ഞ ഈ ചാണക സംഖ്യകൾ വന്നതിനെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടും. നിങ്ങൾ കണ്ടോ? അപ്പോൾ മനസ്സിലാവും യഥാർത്ഥ സംഖ്യ സ്പോട്ടിട്ട് നമുക്ക് കുത്തിവെക്കാം ആ വക ജന്മങ്ങളെ. കഷ്ടം നാടിൻ്റെ ഒരു അവസ്ഥ.